സ്റ്റാർട്ടിങ് എ ക്ലോത്തിങ് ബ്രാൻഡ് ഡേ 2. അങ്ങനെ നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡ് നമ്മളൊരു പേര് കണ്ടെത്തി. അടുത്തായിട്ട് നമുക്ക് അതിനൊരു ലോഗോയും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവോ സ്റ്റിച്ച് എന്നാണ് നമ്മുടെ ആ ഒരു ബ്രാൻഡിന് നമ്മൾ നെയിം കണ്ടെത്തിയിട്ടുണ്ടായത്. ആ ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് നമ്മുടെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ക്യാൻവാ പ്രോ അതുപോലെ തന്നെ പിക്സാർട്ടൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും എഡിറ്റ് ചെയ്യാനുള്ള സ്കില്ലില്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റേതെങ്കിലും ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്താലോ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ AI ഒക്കെ എത്ര തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ AI യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻബോക്സിൽ ലിങ്ക് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ആവുന്നതായിരിക്കും. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളിതിൻ്റെ അകത്ത് ഏകദേശം നിങ്ങൾക്ക് 24 ഫോട്ടോസ് മാത്രമേ ലഭിക്കത്തുള്ളൂ. നിങ്ങൾക്ക് 24 ഫോട്ടോസ് വരെ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഡൗൺലോഡ്